ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ റംസാൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. നാളെ ഈദാണ്. ഈദിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 450 ml പാൽ വേണം. 10 ഗ്രാം ചൈന ഗ്രാസ്, 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ, 1 മുട്ട, 2 സ്ലൈസ് ബ്രെഡ്, പിന്നെ ഒരു അര ടിൻ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ആവശ്യമുള്ള ഷുഗറും കൂടെ ആവശ്യമുണ്ട്. ആദ്യം 450 ml പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ആദ്യം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ചൈന ഗ്രാസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജലറ്റിൻ ഉപയോഗിക്കാം. ജലറ്റിൻ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ തണുത്ത വെള്ളത്തിലൊന്ന് എടുത്ത് വെക്കണം. പാലും ചൈന ഗ്രാസും നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചേർത്തതാണ്. ചൈന ഗ്രാസും അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഞാൻ കസ്റ്റാർഡിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കസ്റ്റാർഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാൽ അത്യാവശ്യം ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള 50 ഗ്രാം ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ചൈന ഗ്രാസ് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബ്രെഡും ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. പുഡിങ്ങിൻ്റെ മിക്സ്ചറിൽ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ബ്രെഡൊക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു അര ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മെൽട്ടായിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം.
ബ്രെഡൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊരു പുഡിങ്ങിൻ്റെ ഡിഷിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ബട്ടർ പുഡിങ്ങിൻ്റെ പ്രൊസീജിയർ. ഇത് ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാമും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ യമ്മി ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഇതിനെന്തായാലും വീട്ടിലെല്ലാവരും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നാളെ ഇതിനെന്തായാലും ഈ ബട്ടർ പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു മോഡലിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല, വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഈ ബട്ടർ പുഡിങ്. അപ്പോൾ എന്തായാലും നാളെ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. താങ്ക് യു.